ഗൈസ് ഗുഡ് മോർണിംഗ്. യാത്രയുടെ 13ാമത്തെ ദിവസമാണ്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ബാക്കിലിരുന്ന് സംസുവിനെ മുമ്പിലാക്കി കോ ഡ്രൈവറാക്കി ഇങ്ങനെ രാജസ്ഥാൻ കംപ്ലീറ്റ് ആയി. ഇന്ന് ജയ്സാൽമീർന്ന് രാവിലെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ അബൂ സഫാരി എന്ന ഹോട്ടലിലേന് താമസിച്ചിരുന്നത്. ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഏറ്റവും വലിയ റൂമായിരുന്നു. ഓക്കെയാണ്, പക്ഷെ എത്ര നീറ്റല്ല. അവിടെ ഇവിടെ പൊടിയുണ്ട്. ഓഫ് സീസൺ ആയിട്ടേക്കും അല്ലേ? ഒരു ക്ലീൻ ചെയ്യാത്ത നോക്കാം. ഇപ്പം സ്വിമ്മിംഗ് പൂളൊന്നും വൃത്തിയില്ല, സർവീസും പോരല്ലേ. ഏതായാലും പിന്നെ ഒരു നാട്ടിൻപുറത്തുള്ള ആൾക്കാരെ പോലെയാണ് ഒരു ആൾക്കാർ. ഒരു എന്താ പറയുക, അത്ര അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കേണ്ടതെന്നുള്ളത്. ഏതായാലും ഞങ്ങളിന്ന് ഒരു 600ഓളം കിലോമീറ്റർ ഓടുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ നേരെ ബട്ടിൻ്റെ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. പഞ്ചാബിലെ രാജസ്ഥാൻ പഞ്ചാബ് ബോർഡർ കയറിയിട്ട് ബട്ടിൻ്റെ എത്തിയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് വണ്ടിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അലൈൻമെൻറ്റ് ചെയ്യണം, പിന്നെ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ നന്നായി ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കണം. ഇന്ന് രാവിലെ വണ്ടിൻ്റെ നേരം ഫുള്ള് പ്രാവ് പണിയെന്ന്. വണ്ടിൻ്റെ ഇന്നലെ ബാഗ് അയച്ചിട്ട് നന്നായി. ഇന്നലെ കുറേ കാലത്തിന് ശേഷം ഇന്നലെയാണ് ബാഗ് അയച്ചിട്ട്. ഇന്ന് രാവിലെ വന്നേരം ഫുള്ള് പ്രാവും കാട്ടം വണ്ടി. അതന്നെ, അവിടെ രാവിലെ ഹോട്ടലിൽ മുറ്റമൊക്കെ ഫുള്ള് പ്രാവ് പണിയുണ്ട്. അങ്ങനെ വണ്ടി ജസ്റ്റ് പുറമെ ജസ്റ്റ് ഒന്ന് കഴിക്കിട്ടുള്ളൂ. ഇനി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നേരെ 643 കിലോമീറ്ററിൻ്റെ ഇവിടുന്ന് ബട്ടിൻ്റെക്ക് എത്തുമെന്ന് വിചാരിക്കണേ. അപ്പം പഞ്ചാബ് എത്തിയിട്ടാണ്. നല്ല ഫുഡൊക്കെ ഒന്ന് കഴിക്കണം ഇൻഷാ അല്ലാ. അപ്പം നേരെ പോവാണ്. നമ്മളിപ്പോൾ ജയ്സാൽമീർന്ന് നേരെ ബട്ടിൻ്റെക്കുള്ള നാഷണൽ ഹൈവേ കയറാൻ പോവാണ്. ഇപ്പോൾ പോകുന്നത് നാഷണൽ ഹൈവേ 11 ഇനി ഇവിടുന്ന് മാറാന്നറിയില്ല. നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി സ്റ്റേഷനാണ് ജയ്സാൽമീർ. റൂമിൽ നിന്ന് 10 കിലോമീറ്റർ ചെയ്യാണ് നമ്മളെ മിലിറ്ററി സ്റ്റേഷൻ. ജയ്സാൽമീർ മിലിറ്ററി സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി സ്റ്റേഷനാണ്. അവിടെ മ്യൂസിയത്തിൽ ഞങ്ങൾ കയറി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങൾ മാനിക്കണമല്ലോ. നമ്മൾ അതീവ രഹസ്യമുള്ള സ്ഥലങ്ങളല്ല. കഴിഞ്ഞു പോയ കുറേ കാലത്തെ യുദ്ധങ്ങളിലെ ഓർമ്മകളും നാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെയൊക്കെ ഫോട്ടോ, അവരുടെ പേരുകൾ, അതൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ് നമുക്ക് രാജ്യത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ പോയി കാണലും അതിനെക്കുറിച്ച് അറിയലൊക്കെ. ആ സമയത്ത് ഇന്ത്യ പാക് യുദ്ധവും സമയത്തൊക്കെ പിടിച്ചെടുത്ത ടാങ്കുകൾ, വാഹനങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇവിടെ കയറാം. ചെറിയ ടിക്കറ്റേ ഉള്ളൂ. 30 രൂപ. ഉപ്പല്ലേ ടിക്കറ്റ്? ഉപ്പല്ലേ വാങ്ങിയ 60? ഒരാൾക്ക് 60 റുപ്യ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും കാണാം. ഓക്കെ, ഇനി നേരെ ഹൈവേക്ക് കയറണം. നാഷണൽ ഹൈവേ 11 ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞിട്ടൊരു ദീർഘദൂരമായ ഒരു ഒറ്റ ലൈൻ റോഡുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ ബട്ടിൻ്റെയിലേക്കാണ് പോകുന്നത്, പഞ്ചാബിലെ. മഴയാണ് ഗൈസ്. ഏകദേശം 450ഓളം കിലോമീറ്റർ ഓടി ജയ്സാൽമീർ ഞങ്ങൾ ബട്ടിൻ്റെക്ക് പോകുന്ന വൈക്കലാണ്. ഭക്ഷണിക്കാൻ വേണ്ടി ഒരു ചെറിയ പട്ടണത്തിലേക്ക് വഴിതിരിഞ്ഞ് മാറി കയറിയതാണ്. ഭയങ്കര മഴ, നല്ല മരുഭൂമിയിൽ മഴയും കാറ്റും. നമുക്ക് ഇനിയൊന്നും ഇറങ്ങ ഉള്ളത് വേണ്ടോ? ഉള്ളത് വേണ്ട. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഒരു മഴ പെയ്തു, നല്ലൊരു മഴ പെയ്തു. പക്ഷെ ഇവിടെ കൊണങ്ങി. ഇപ്പം തന്നെ മഴ പെയ്തുകൊണ്ടൊക്കെ കൊണങ്ങി. ഫുൾ മണലല്ല, മരുഭൂമി. ഭൂമിയിൽ നമ്മൾക്ക് ഹൈവേന്ന് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുന്നത് പഞ്ചാബ് ഹരിയാന ബോർഡർ എന്താ ഡബ്വാലിയോ അങ്ങനെ ഇവിടെ എത്തിയാലാകുമ്പോൾ ഇനി പെട്രോൾ പമ്പ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഭക്ഷണം വരുന്ന റോഡിൽ എവിടെയും ഭക്ഷണമല്ല. ഹൈവേയിൽ എവിടെയും, ഹൈവേയിൽ ഒന്നുമില്ല. ഹൈവേയിൽ അങ്ങനെ പൂവന്നെ.
നമ്മളെപ്പോഴാണ് ഹൈവേയിൽ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ ടോൾ ഉണ്ടാവും. പിന്നെ എക്സിറ്റ് അടിക്കുന്ന അപ്പോഴാണ് പിന്നെ ടോൾ നമ്മളെ പിടിക്കും. ഹൈവേൻ്റെ ഇടയിൽ എവിടെയും ടോളൊന്നും ഉണ്ടാവില്ല. എക്സിറ്റ് റോഡിലും എൻട്രി റോഡിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയതാണ്. പിന്നെ ഇതാ ഫുൾ ടാങ്ക് മഞ്ഞ കത്തി പിന്നെ ഫുൾ ടാങ്ക് അടിക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ പോണത് നാഷണൽ ഹൈവേ 754 ഞങ്ങൾ യാത്ര ജയ്സാൽമീറിൽ നിന്ന് തുടങ്ങി ഒരു 150 കിലോമീറ്ററോളം സ്റ്റേറ്റ് ഹൈവേ കൂടെ വന്നാണ് ഈ ഹൈവേ കയറിയത്. ഇതിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് ഏകദേശം 1256 കിലോമീറ്ററാണ്. ഗുജറാത്തിലെ ജമന്നഗറിൽ നിന്ന് തുടങ്ങിയിട്ട് പഞ്ചാബിലെ അമൃത്സർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദേശീയപാതയാണ്. ഇത് എക്കണോമിക് കോറിഡോർ 3 ആണ്, EC3. അമൃത്സർ ജമന്നഗർ എക്സ്പ്രസ് വേയും കൂടെയാണ് പേര്. ഏകദേശം 915 കിലോമീറ്ററോളം ഗ്രീൻഫീൽഡ് അലൈൻമെൻ്റ് ആണ് ഇതിലുള്ളത്. മരുഭൂമി കൂടി തന്നെയാണ്. ബാക്കിയുള്ള ദൂരം ഇതിനു മുമ്പുണ്ടായിരുന്ന നാഷണൽ ഹൈവേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്തതാണ്. ചില സ്ഥലത്ത് 4 വരിപ്പാതയാണ്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 6 വരിപ്പാതയാണ്. ഏകദേശം 2019 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2015 അവസാനത്തേക്ക് ഡിസംബർ ആകുമ്പോഴേക്ക് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പ്ലാനിലുള്ളത്. ഏകദേശം 8,000 കോടിയാണ് ഇതിൻ്റെ ചിലവ്. പണ്ട് ജമന്നഗറിന് അമൃത്സറിലേക്ക് 1430 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം 200 സംതിങ് കിലോമീറ്റർ കുറച്ച് 1256 ആക്കിയിട്ടുണ്ട്. പിന്നെ അന്ന് ഇങ്ങനെയും എക്സ്പ്രസ് വേ ആക്കുന്നതിന് മുന്നേ ഏകദേശം ജമന്നഗറിന് അമൃത്സറിലേക്ക് 226 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 13 മണിക്കൂറാണ് ഇപ്പോൾ ഉള്ള യാത്ര ദൈർഘ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടൊക്കെയാണ് ടു ബറ്റിൻഡ, പഞ്ചാബിലെ ബറ്റിൻഡയിലേക്കാണ്. നമ്മൾ പോകുന്ന സമയത്ത് രാജസ്ഥാൻ ഹരിയാന ബോർഡർ കയറി ഹരിയാനയിൽ കൂടെ കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലേക്ക് കയറും. നമ്മളെ 6ാമത്തെ സംസ്ഥാനമായ രാജസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഫുള്ള് മരുഭൂമി പറഞ്ഞാൽ ഫുള്ള് മരുഭൂമി, വേറെ ഒന്നുമില്ല. ഒരു ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടൂല. പിന്നെ കൂടുതലും ലോറിക്കാരാണുള്ളത്. ഇത് മെയിനായിട്ട് എക്സ്പോർട്ട് ഗുഡ്സിൻ്റെ പാസേജിന് വേണ്ടിയിട്ടാണ് ഈ ഹൈവേ ഉണ്ടാക്കിയത്. ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ധാബകൾ കാണാം. അത് നമുക്ക് ഹോട്ടലാണെന്ന് തോന്നുന്നില്ല. അവിടെ നിർത്തുക, കഴിക്കുക. അവിടെ നിന്ന് കാണാൻ കിട്ടും. ആ ഭാഗത്തിൽ സൈഡിൽ ഇപ്പോൾ കാണാം ലോറിക്കാർ നിർത്തിയതാണ്. അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനത്തത് മാത്രമേ ഹൈവേ നമ്മൾ ഇത്ര നേരമായിട്ട് കണ്ടിട്ടുള്ളൂ. ഒരു 450ഓളം കിലോമീറ്റർ പോന്നിട്ട് നമ്മൾ ആകെ അത് മാത്രമാണ് കണ്ടത്. ഗൈസ്, ഒരുപാട് നേരത്തെ അഫ്ഷാന്റെ ഡ്രൈവിന് ശേഷം നമ്മൾ ഹരിയാനയിൽ കയറിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമ്മൾ നല്ല ഹരിതാപയും പച്ചപ്പൊക്കെ കാണാൻ തുടങ്ങി. ഇങ്ങനെ രാജസ്ഥാൻ നമ്മൾ വിട്ട് ഇനി രാജസ്ഥാനിലേക്ക് ഈ യാത്രയിൽ ഒരു തിരിച്ചുപോക്ക് ഇൻഷാല്ല. നമ്മൾ ഹനുമാൻഗഡ് കഴിഞ്ഞ്, ഹനുമാൻഗഡാണ് രാജസ്ഥാൻ്റെയും ഹരിയാനൻ്റെയും ബോർഡർ. ഇനി നമ്മൾ നേരെ ഇവിടെ നിർത്തുന്നില്ല, നേരെ പഞ്ചാബ് ഹരിയാന ബോർഡറിലുള്ള മാണ്ടി ഡബ്വാലി എന്ന സ്ഥലത്തേക്കാണ് പോണത്. അടുത്തിട്ട് ചായ കുടിക്കണം, തിന്നാൻ കിട്ടുകയാണെങ്കിൽ തിന്നണം, എന്നിട്ട് പിന്നെ നമ്മളെ റൂമൊക്കെ പോകണം. അതിനിടയിൽ സമയം ഉണ്ടെങ്കിൽ വീടുകളൊന്നും പൂട്ടിയില്ല, നമുക്ക് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യണം, സർവീസ് ചെയ്യണം. അതുപോലെ പോയി നോക്കട്ടെ. ഇനി ഒരു 55 കിലോമീറ്റർ കൂടി ഉണ്ട് ബട്ടിൻ്റെക്ക്. ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ ഡബ്വാലിക്ക്. ഡബ്വാലിൻ്റെ പ്രത്യേകത നമ്മൾ കാണലുണ്ടല്ലോ ഈ പഞ്ചാബിൽ ഭയങ്കര മോഡിഫൈ ചെയ്ത വണ്ടി കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു മെയിൻ ഏരിയയാണ് ഈ ഡബ്വാലി എന്ന സ്ഥലം. അതിൽ പോയി നോക്കാം. പെട്രോൾ പമ്പ് ഇതാ. കുറേ നേരത്തിന് ശേഷമാണ് ഹൈവേയിൽ ഞങ്ങളൊരു പെട്രോൾ പമ്പ് കാണുന്നത്. അവിടെ ഒരു ഇന്ത്യൻ ഓയിൽ, പെട്രോൾ പമ്പ് അല്ല, കടകളും ആൾക്കാരെയൊക്കെ ഒന്ന് കാണുന്നത്. നിങ്ങൾ ഈ ഹൈവേ കൂടി എന്തെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ഫുഡ് നിങ്ങൾ കയ്യിൽ വെക്കാം അല്ലേ? ഫുഡ്, വെള്ളം, ഡീസലൊക്കെ. അല്ല നിങ്ങൾ ഹൈവേ ഒന്ന് ജസ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് അടിക്കണം. ഗൈസ്, ഇപ്പോൾ പഞ്ചാബിൽ ഇപ്പോൾ കയറി പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. ഓക്കെ പോലീസ്, നമ്മൾ അതെ ഇലക്ഷൻ്റെ ഏതാണ്ട് പൈസ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച്, ആൽക്കഹോൾ ഉണ്ടോ ചോദിച്ച്. അപ്പോൾ നമ്മൾ ക്ലിയറാണ്, നമ്മൾ പോകുന്നത്. പിന്നെ ഏതായാലും ആദ്യമായിട്ടാണ് കൂളിങ്ങിന് നമ്മളോട് പൈസ വാങ്ങാത്ത ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ്. വണ്ടി എന്തും ആക്കാം. പിന്നെ പിടിക്കാത്ത ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ട്. 500 ഏതായാലും പോവാ.
പഞ്ചാബിലെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നാഷണൽ ഹൈവേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ബാക്കിയുള്ള ഗ്രാമങ്ങളാണ് അതിലല്ല, നമ്മളെയൊക്കെ നാട്ടിൽ അതിൽ നല്ല പൈസ റിച്ച് ഗ്രാമങ്ങളായി.